രാജ്യത്തിന്റെ ഹൃദയം തൊടുകയാണ് കൊച്ചി. ആദ്യമായി സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കാൻ പോവുകയാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള നേപ്പാൾ സ്വദേശിനിയായ 22-കാരിക്കാണ് മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം ചിറക്കര സ്വദേശി ഷിബുവിന്റെ ഹൃദയം മാറ്റിവെക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയവുമായി ഡോക്ടർ ജോർജ് വാളൂരാന്റെ നേതൃത്വത്തിലുള്ള സംഘം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് പുറപ്പെടുകയാണ്. ഒരുപാട് സന്തോഷം, അഭിമാനമുണ്ട്. നേപ്പാളി സ്വദേശിനിയായ 21 വയസ്സുള്ള പെൺകുട്ടിക്ക് ഇന്ന് ഇവിടെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഇതിൻ്റെ വഴിത്താരകൾ ഒരുപാട് ദുർഘടം പിടിച്ചതായിരുന്നു. കാരണം ഇവർ ഒരു അപൂർവ രോഗത്താൽ ദുരിതം അനുഭവിക്കുന്നൊരു പെൺകുട്ടിയാണ്. ഡാനൻസ് ഡിസീസ്, അത് കാർഡിയക് സാർക്കോയിഡോസിസ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഇവരുടെ അമ്മയും മൂത്ത സഹോദരി ഇതേ അസുഖം കാരണം മരണപ്പെടുകയുണ്ടായി. പിന്നെ ശേഷിക്കുന്ന ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ. നേപ്പാളിലൊരു അനാഥാലയത്തിലാണ് ഒരു വളർന്നത്. ഞങ്ങളുടെ ആശുപത്രിയിൽ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ പ്രഖ്യാപിച്ച ശേഷം ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കേസാണിത്. ഇവർക്ക് വിദേശവനിത ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം നിയമപരമായ പ്രയോറിറ്റിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ഈ ഡിസംബറിൽ ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയുടെ വളരെ ആശാവഹമായ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഉത്തരവുണ്ടായിരുന്നു. കേസോട്ടേക്ക് ഉത്തരവ് നൽകിയിരുന്നു, ഒരു പ്രയോറിറ്റി കൊടുക്കണമെന്ന്. കാരണം ഇതുവരെ മൂത്ത സഹോദരി മരണപ്പെടുന്നത് 24-ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. ഇതേ അസുഖം കാരണം ഒരു പാരമ്പര്യ രോഗമാണ്. അപ്പോൾ അത് അവർ 2 പ്രാവശ്യം ഇതിനിടെ ഈ ആശുപത്രി അഡ്മിറ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ഡിസംബറിലാണ് ഈ ആശുപത്രിയിൽ ഈ വനിത ചികിത്സയ്ക്കായി എത്തുന്നത്. നേപ്പാളിൽ ചികിത്സ അപര്യാപ്തമായതുകൊണ്ട് ഈ കേരളത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. ധാരാളം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ ചിലവ് താങ്ങാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ആശുപത്രി എത്തുന്നത്. ഇവിടെ കാർഡിയോളജി വിഭാഗത്തിലാണ് അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. കാർഡിയോളജി വിഭാഗത്തിലാണ് പിന്നെ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഇതിന് ഏറ്റവും ഫലപ്രദമായ പ്രതിവിധി എന്നുള്ള നിലയിൽ കാർഡിയോതൊറാസിക് സർജറിയിലേക്ക് റഫർ ചെയ്യാൻ ഉണ്ടായത്. ജില്ലാ ആശുപത്രിയിൽ ഹൃദയം മാറ്റൽ ശസ്ത്രക്രിയ രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയുടെ ചരിത്രത്തിൽ ആദ്യമായാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അവയവം ദാനം ചെയ്യാൻ സമ്മതിച്ച കുടുംബത്തിന് മന്ത്രി നന്ദി പറഞ്ഞു. 46 വയസ്സുള്ള മസ്തിഷ്ക മരണം സംഭവിച്ച ഷിബു എന്ന വ്യക്തിയുടെ അവയവങ്ങളാണ് ഇപ്പോൾ പലർക്ക് അവയവദാന പ്രക്രിയയിലൂടെ നൽകുന്നത്. ആ കുടുംബത്തോട് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. കാരണം തീവ്ര ദുഃഖത്തിലും പ്രിയപ്പെട്ട ഷിബുവിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനു വേണ്ടി തീരുമാനമെടുത്ത കുടുംബത്തിൻ്റെ ഒരു നടപടി വലിയ നിലയിൽ അത് വലിയ മഹത്തരമാണ്. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് മസ്തിഷ്ക മരണം സർട്ടിഫൈ ചെയ്തത്. അതിനെ തുടർന്ന് കുടുംബത്തിൻ്റെ അനുമതിയോടുകൂടി ഹൃദയം എറണാകുളം ജനറൽ ആശുപത്രിയിൽ അവയവദാന പ്രക്രിയയിലൂടെ ഒരാൾക്ക് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കും. അതുകൂടാതെ വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ഒരെണ്ണം, മറ്റൊരു കൊല്ലത്തുള്ള ഒരു മെഡിക്കൽ കോളേജിലാണ്, സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ്. തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജിയിൽ സർക്കാർ കണ്ണാശുപത്രിയിൽ കണ്ണുകൾ ദാനം നൽകിയിട്ടുണ്ട്. അവിടെ അതിൻ്റെ ശസ്ത്രക്രിയകൾ നടക്കും. കരൾ ഇതുപോലെ എറണാകുളത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ എന്നുള്ളതാണ് ആദ്യം. ഇപ്പോൾ ഈ ഘട്ടത്തിൽ അതിൻ്റെ ശസ്ത്രക്രിയക്ക് ആരംഭിച്ചിട്ടുണ്ട്. റിട്രീവലിൻ്റെ ശസ്ത്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഹെലികോപ്റ്റർ ഇതിനു വേണ്ടിയിട്ട് സജ്ജമായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അല്പസമയത്തിനകം ഹൃദയവുമായി എറണാകുളത്തേക്ക് ഈ ഹെലികോപ്റ്റർ അവിടേക്ക് പോകും. അവിടെ മറ്റ് ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ഡാനി, ഇങ്ങനെ ഹൃദയ ദൗത്യവുമായി തിരുവനന്തപുരത്ത് നിന്ന് എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക് വരുന്നത് ആദ്യമായിട്ടല്ല. പക്ഷേ ഈ വരവ് ചരിത്രത്തിലേക്കാണ്. രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു സർക്കാർ ആശുപത്രിയിൽ ഏതൊരു സാധാരണക്കാരനും താങ്ങാനാവുന്ന തരത്തിൽ അങ്ങനെ ഒരു ശസ്ത്രക്രിയ നടത്തുക എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. നേരത്തെ തന്നെ എറണാകുളം ജനറൽ ആശുപത്രി അതിന് സജ്ജമായിരുന്നു. ഇപ്പോഴാണ് നിയമപരമായി അതിന് സാധിക്കുന്നത്. അപ്പോൾ ആ ചരിത്ര മുഹൂർത്തം എങ്ങനെയാണ് അവിടെ തയ്യാറെടുത്തിട്ടുള്ളത്?
ശ്രീജ, തീർച്ചയായും ഇതൊരു ചരിത്ര മുഹൂർത്തം തന്നെയാണ്. കാരണം സർക്കാർ സംവിധാനത്തിൽ ഒരു ജനറൽ ആശുപത്രിയിൽ ഇതാദ്യമായി രാജ്യത്ത് ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സാധാരണക്കാർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലേക്ക് അവർക്ക് കൂടി ഇത്തരം സംവിധാനങ്ങളിലേക്ക്, ഈ ചികിത്സാ സംവിധാനങ്ങളിലേക്ക് അടുക്കണമെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിലൂടെ മാത്രമേ ആ ചിലവ് ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്വകാര്യ ആശുപത്രിയിൽ അതിഭീമമായ ഈ ചിലവുകളൊന്നും താങ്ങാൻ സാധാരണക്കാരന് കഴിയുകയുമില്ല. ആ ഘട്ടത്തിലാണ് ഈ സംസ്ഥാന സർക്കാർ ഈ ഒരു നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷമാണ് 70 കോടി രൂപ ചെലവിൽ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പുതിയ ബ്ലോക്കും അതിൻ്റെ അനുബന്ധ സംവിധാനങ്ങളും അടക്കം ഏത് ശസ്ത്രക്രിയകളും ചെയ്യാൻ പര്യാപ്തമാകും വിധം സംവിധാനങ്ങൾ ഒരുക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ടീമിനെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു. അവിടെ കഴിഞ്ഞ വർഷമാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അടക്കം നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധിയായ ഈ ബൈപ്പാസ് സർജറികൾ അടക്കമുള്ള കാര്യങ്ങൾ വളരെ കൂടുതലായി നടക്കുന്നൊരിടം കൂടിയാണ് എറണാകുളം ജനറൽ ആശുപത്രി എന്ന് പറയുന്നത്. ഇപ്പോൾ നേപ്പാൾ സ്വദേശിനിയായ 22-കാരിക്കാണ് ഹൃദയമാറ്റം നടക്കുന്നത്. ഇവരുടെ ഓരോ ചികിത്സാ രീതിയിലേക്ക് പോയ കഴിഞ്ഞ നാളുകളായിട്ട് ഇവരുടെ ചികിത്സ തുടരുകയായിരുന്നു. പക്ഷേ നമ്മുടെ കേന്ദ്ര നിയമപ്രകാരം അനുസരിച്ചുകൊണ്ട് ഇത്തരമൊരു കാര്യങ്ങൾക്ക് പരിഗണന ലഭിക്കണമെങ്കിൽ ആദ്യഘട്ടത്തിൽ അത് തദ്ദേശീയരായവർക്ക്, അതായത് രാജ്യത്തുള്ളവർക്ക് പരിഗണന നൽകുക, അതിനുശേഷം വിദേശ രാജ്യത്തുള്ള പൗരന്മാർക്ക് പരിഗണന നൽകുക എന്നതാണ് അതിൻ്റെ ഒരു ക്രമം. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നിരവധിയായ ആളുകളുണ്ട്. അപ്പോഴാണ് നേപ്പാൾ സ്വദേശിനിയായ യുവതി കേരളത്തിലേക്ക് ഇവിടേക്ക് എത്തുന്നത്. നേപ്പാളിൽ നമ്മൾ നേരത്തെ ഡോക്ടർ ഷാഹിർ, അദ്ദേഹം അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടാണ് എറണാകുളം ജനറൽ ആശുപത്രി, അദ്ദേഹം പറഞ്ഞതുപോലെ നേപ്പാളിലെ ഒരു അനാഥാലയത്തിലാണ് ഇവരുണ്ടായിരുന്നത്. അവിടെ അനുജനൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരുടെ സഹോദരിയും അതോടൊപ്പം തന്നെ അമ്മയും ഇതേ അസുഖത്താൽ മരണപ്പെടുകയാണ്. ഹൃദയഭിത്തികൾക്ക് കനം കൂടുന്ന ഒരസുഖമാണ് ഇവർക്കുള്ളത്. അപ്പോൾ അതിന് പാരമ്പര്യ രോഗത്തിൽ അതിൻ്റെ ജനുസിൽപ്പെടുന്ന രണ്ടുപേരും തന്നെ മരിച്ചു. അപ്പോൾ ഇവരുടേതൊരു സവിശേഷ സാഹചര്യമായിരുന്നു. ഇവർക്ക് പിന്നീട് കാഠ്മണ്ഡുവിൽ അധികം വിദഗ്ധ ചികിത്സ ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് അവരെ ഇവിടെ ഇന്ത്യയിലേക്ക് വരാനായിട്ട് ഒരുങ്ങുന്നത്. നേരത്തെ ഇവരെ മറ്റിടങ്ങളിൽ ചികിത്സിച്ച ശേഷമാണ്, ലക്നൌവിൽ മറ്റ് ചികിത്സിച്ച ശേഷമാണ് പിന്നീട് കേരളത്തിലേക്ക് എത്തുന്നത്. കേരളത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് ഇങ്ങനെ കേസോട്ടോ വഴിയുള്ള അഭ്യർത്ഥനയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അവിടെ സംസ്ഥാന ഹൈക്കോടതിയിലേക്ക് അവർ ഹർജി നൽകുകയും ഇവരുടെ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ നിർദ്ദേശം നൽകുകയുമായിരുന്നു. കാരണം ഇവരുടെ കുടുംബത്തിലെ 2 പേർ തന്നെ ഈ അസുഖം മൂലം മരണപ്പെട്ടിരിക്കുന്ന ആ സാഹചര്യം ഇവർക്ക് മുന്നിലുണ്ട്. ഇനി ഒരിക്കൽ കൂടി ഇവർക്ക് ഹൃദയ സംബന്ധമായ എന്തൊരു അസുഖം വന്നാൽ പോലും അത് താങ്ങാനുള്ള ഒരു കരുത്തോ കാര്യമോ ഒന്നും തന്നില്ല. അതുകൊണ്ട് ഇവർക്ക് അടിയന്തര പരിഗണന അടക്കം ഒരു മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ അവർക്ക് മാനുഷികമായ പരിഗണന നൽകുക എന്നതടക്കമുള്ള നിർദ്ദേശമായിരുന്നു ഹൈക്കോടതി നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവർക്ക് ഈ ഓപ്പറേഷന് അടക്കം ഈ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഈ അവസരത്തിലേക്ക് വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഈ ദുർഗാകാമി എന്നാണ് അവരുടെ പേര്. ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങൾ അവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും ചികിത്സാ കാര്യങ്ങളിലേക്ക് അവർ അടുക്കുകയാണ്. പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി വൈകാതെ തിരുവനന്തപുരത്ത് നിന്ന് ദാനം ചെയ്ത ഹൃദയവുമായിട്ട് ഇവിടേക്ക് എത്തുക. സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ഹെലികോപ്റ്ററിൽ ഇവിടേക്ക് എത്തുന്നു. ഇവിടെ സാധാരണഗതിയിൽ നമ്മൾ പലപ്പോഴും കാണുന്നത് ഇവിടെയുള്ള കൊച്ചിയിലെ ഹയത്ത് സ്വകാര്യ ഹോട്ടലിൻ്റെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങുക, തുടർന്ന് ഇവിടുന്ന് ഒരു 5 മുതൽ 7 മിനിറ്റ് കൊണ്ട് അവിടേക്ക് എത്താവുന്ന രീതിയിൽ, ജനറൽ ആശുപത്രിയിലേക്ക് എത്താവുന്ന രീതിയിലേക്കൊരു ഗ്രീൻ കോറിഡോർ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അവിടേക്ക് എത്തുക. മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ സജ്ജമാണ്. ഡോക്ടർമാരടക്കം അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരിൽ 2 പേർ ഇവിടേക്ക് കൂടെ എത്തുന്നുണ്ട്. മറ്റുള്ളവർ ഇവിടെ സജ്ജമായിട്ട് ആശുപത്രിയിലുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഈ ഒരു ശസ്ത്രക്രിയയുടെ പ്രോസസ്സിലേക്ക് കടക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇതൊരു ചരിത്ര നിമിഷമായി അടയാളപ്പെടുത്തുന്നതിനൊപ്പം തന്നെ ജീവിതത്തിലേക്ക് ഒരാളെ കൂടി കൈപിടിച്ച് നടത്താനുള്ള ഒരു ശ്രമം കൂടിയാണ് ഇതിൻ്റെ ഒരു വിജയത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ശ്രീജ, കൊച്ചിയിൽ നിന്ന് ചരിത്രത്തിലേക്ക് നടന്നെടുക്കുകയാണ് എറണാകുളം ജനറൽ ആശുപത്രി. ആ ചരിത്ര മുഹൂർത്തം വിജയകരമായി തന്നെ 22-കാരിയിലേക്ക് ഹൃദയം മാറ്റിവെക്കുമ്പോൾ അത് വിജയകരമായി തന്നെ ആ ശസ്ത്രക്രിയ പൂർത്തിയാകട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം.